ഹലോ എവ്രി വൺ, സ്കിൽ സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐമൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഫെബ്രുവരിയിലെ മൂന്നാമത്തെ പാർട്ടാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ജനുവരിയിലെ പാർട്ടുകൾ സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും കാണുക, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. Who has women's single title 82 നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്? മണിക ബത്ര. 82ാമത് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വുമൺ സിംഗിൾസിൽ വിജയിച്ചത് മണിക ബത്ര. ശ്രദ്ധിക്കുക, 82ാമത് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വുമൺ സിംഗിൾസിൽ വിജയിച്ചത് മണിക ബത്ര. 82ാമത് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹരിയാനയിൽ വെച്ചായിരുന്നു. ശ്രദ്ധിക്കുക, 82ാമത് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹരിയാനയിൽ വെച്ചായിരുന്നു. അടുത്ത നോക്കാം. വെർ ഈസ് ഇന്ത്യ 51 ടൈഗർ റിസർവ് വിൽ കം അപ്പ്? മേഘാലയ, തമിഴ്നാടു. ഇന്ത്യയുടെ 51ാമത് ടൈഗർ റിസർവ് ആരംഭിക്കുന്നത് മേഘാലയ, തമിഴ്നാടു. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ 51ാമത് ടൈഗർ റിസർവ് ആരംഭിക്കാൻ പോകുന്നത് മേഘാലയ, തമിഴ്നാടു. ഇന്ത്യയിലെ ആദ്യ ടൈഗർ റിസർവാണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ് ജിം കോർബറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ് നാഗാർജുന ശ്രീശൈലം, ആന്ധ്രാപ്രദേശ്. അടുത്ത് നോക്കാം. ഹു ടുക്ക് ചാർജ് ആസ് ദ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് പുതുച്ചേരി ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡോക്ടർ കിരൺ ബേദി? തമിലിസായി സൗന്ദരരാജൻ. പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായ ഡോക്ടർ കിരൺ ബേദിക്ക് ശേഷം പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് തമിലിസായി സൗന്ദരരാജൻ. ശ്രദ്ധിക്കുക, പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായ ഡോക്ടർ കിരൺ ബേദിക്ക് ശേഷം പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് തമിലിസായി സൗന്ദരരാജൻ. ശ്രദ്ധിക്കുക, പുതുച്ചേരിയുടെ കേരളത്തിലെ ഭാഗമാണ് മാഹി. അടുത്തത് നോക്കാം. വെർ ഈസ് ഇന്ത്യ ഫസ്റ്റ് തണ്ടർസ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡ് പ്ലാൻ ടു ബി എസ്റ്റാബ്ലിഷ്ഡ്? ബലാസോർ. ഇടിമിന്നലിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ബെഡ് പ്ലാൻ ചെയ്യുന്നത് ബലാസോറിലാണ്, ഒഡീഷ. ശ്രദ്ധിക്കുക, ഇടിമിന്നലിൻ്റെ ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ബെഡ് പ്ലാൻ ചെയ്യുന്നത് ബലാസോർ, ഒഡീഷ. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്, ഗവർണർ ഗണേശി ലാൽ. ശ്രദ്ധിക്കുക, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്, ഗവർണർ ഗണേശി ലാൽ. നമുക്ക് അടുത്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അഥവാ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് അനൗൺസ്ഡ് ടു കൺസ്ട്രക്ട് എ കോവിഡ് വാരിയർ മെമ്മോറിയൽ? ഒഡീഷ. കോവിഡ് പോരാളികൾക്ക് വേണ്ടിയുള്ള മെമ്മോറിയൽ സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ശ്രദ്ധിക്കുക, കോവിഡ് പോരാളികൾക്ക് വേണ്ടിയുള്ള മെമ്മോറിയൽ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്, ഒഡീഷയുടെ ഗവർണർ ഗണേശി ലാൽ. ശ്രദ്ധിക്കുക, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററാണ് നവീൻ പട്നായിക്, ഗവർണർ ഗണേശി ലാൽ. അടുത്തത് നോക്കാം. കാലക്കോട്ട ആർട്സ് ഫെസ്റ്റിവൽ ഈസ് ഓർഗനൈസ്ഡ് എവറി ഇയർ ഇൻ വിച്ച് പ്ലേസ്? മുംബൈ. കാലക്കോട്ട ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത് മുംബൈയിലാണ്. ശ്രദ്ധിക്കുക, കാലക്കോട്ട ആർട്സ് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തപ്പെടുന്നത് മുംബൈയിലാണ്. നമുക്ക് അടുത്ത് നോക്കാം. Which state has launched a scheme to providing 200 million of milk to every girl students? സിക്കിം. എല്ലാ വനിതാ സ്റ്റുഡൻസിനും 200 മില്ലി പാൽ നൽകുന്ന സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ശ്രദ്ധിക്കുക, എല്ലാ വനിതാ സ്റ്റുഡൻസിനും 200 മില്ലി പാൽ നൽകുന്ന സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിൻ്റെ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ്, ഗവർണർ ഗംഗപ്രസാദ്. ശ്രദ്ധിക്കുക, സിക്കിമിൻ്റെ ചീഫ് മിനിസ്റ്റർ പ്രേം സിംഗ് തമാങ്, ഗവർണർ ഗംഗപ്രസാദ്. അടുത്ത് നോക്കാം. വി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ടു പ്രൊവൈഡ് ഫ്രീ ഇൻ്റർനെറ്റ് ടു 20 lakh ഫാമിലീസ്? കേരള. 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വഴി സൗജന്യ ഇൻ്റർനെറ്റ് നൽകുന്ന സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരള. ശ്രദ്ധിക്കുക, 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വഴി ഇൻ്റർനെറ്റ് സൗജന്യമായി നൽകുന്ന സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരള. നമ്മൾക്ക് അടുത്ത് നോക്കാം. ഇന്ത്യ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കേരള. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ് ആരംഭിക്കുന്നത്.
ശ്രദ്ധിക്കുക, ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക. ഇന്ത്യ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കേരള. റീസെൻ്റ്ലി ISRO ടെസ്റ്റ് സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ വിച്ച് പ്രൈവറ്റ് സെക്ടർ ഫോർ ദ ഫസ്റ്റ് ടൈം? സ്പേസ് കിഡ്സ് ഇന്ത്യ ആൻഡ് പിക്സൽ. ഏത് പ്രൈവറ്റ് സെക്ടർ നിർമ്മിച്ച സാറ്റലൈറ്റിൻ്റെ പരീക്ഷണമാണ് ISRO ആദ്യമായി നടത്തിയത്? സ്പേസ് കിഡ്സ് ഇന്ത്യ ആൻഡ് പിക്സൽ. ശ്രദ്ധിക്കുക, ഏത് പ്രൈവറ്റ് സെക്ടറിൽ നിർമ്മിച്ച സാറ്റലൈറ്റിൻ്റെ പരീക്ഷണമാണ് ISRO ആദ്യമായി നടത്തിയത്? സ്പേസ് കിഡ്സ് ഇന്ത്യ ആൻഡ് പിക്സൽ. നമുക്ക് അടുത്തത് നോക്കാം. റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ലോഞ്ച്ഡ് മഹാബാഹു ബ്രഹ്മപുത്ര ഇനീഷ്യേറ്റീവ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ആസാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച മഹാബാഹു ബ്രഹ്മപുത്ര പ്രൊജക്റ്റ് ആരംഭിക്കുന്നത് ആസാമിലാണ്. മഹാബാഹു ബ്രഹ്മപുത്ര പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 4 വാരിപ്പാതയുള്ള 2 പാലങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പ്രൊജക്റ്റിന് പറയുന്ന പേരാണ് മഹാബാഹു ബ്രഹ്മപുത്ര. അത് ആരംഭിക്കുന്നത് ആസാമിലാണ്. ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ശ്രദ്ധിക്കുക, ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഗവർണർ ജഗദീഷ് മുഖി. ശ്രദ്ധിക്കുക, ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ഹിമന്ത ബിശ്വ ശർമ്മ, ഗവർണർ ജഗദീഷ് മുഖി. നമുക്ക് അടുത്ത് നോക്കാം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് അൺഫിനിഷ്ഡ് എ മെമ്മോയർ? പ്രിയങ്ക ചോപ്ര. അൺഫിനിഷ്ഡ് എ മെമ്മോയർ എന്ന പുസ്തകം എഴുതിയത് പ്രിയങ്ക ചോപ്രയാണ്. പ്രിയങ്ക ചോപ്രയ്ക്ക് 2000-ലാണ് മിസ് വേൾഡ് കിട്ടിയത്. നമ്മൾക്ക് അടുത്ത് നോക്കാം. വിച്ച് സിറ്റി ഈസ് ഹോസ്റ്റിംഗ് ദ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021? ബാംഗ്ലൂരു. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 നടത്തുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ശ്രദ്ധിക്കുക, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2021 നടത്തുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ഹു ഹാസ് വോൺ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ 2021 അവാർഡ്? റോബർട്ട് ഇർവിൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ 2021 അവാർഡ് നേടിയത് റോബർട്ട് ഇർവിനാണ്. റോബർട്ട് ഇർവിൻ ഒരു ഓസ്ട്രേലിയക്കാരനാണ്. ശ്രദ്ധിക്കുക, അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA? യൂത്ത് അഭ്യാസ് 20. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസ് 20 നടന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് അത് നടന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് യുദ്ധ അഭ്യാസ് 20. അത് നടന്നത് രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ്. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ഫിലിം ഹാസ് വോൺ ടൈഗർ അവാർഡ് അറ്റ് റോട്ടർഡാം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2021? കൂയാങ്ങിലാണ് വിജയിച്ചത്. റോട്ടർഡാം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2021 ടൈഗർ അവാർഡിൽ വിജയിച്ചത് കൂയാങ്ങിലാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ അവാർഡഡ് 2021 ജെൻസിസ് പ്രൈസ്? സ്റ്റീവൻ സ്പീൽബർഗ്. 2021 ജെനിസിസ് പ്രൈസ് അവാർഡ് നേടിയത് സ്റ്റീവൻ സ്പീൽബർഗാണ്. ജെനിസിസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജൂതരെ സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന അവാർഡാണ് ജെനിസിസ് പ്രൈസ്. 2021 ജെനിസിസ് പ്രൈസ് നേടിയത് സ്റ്റീവൻ സ്പീൽബർഗ്. നമുക്ക് അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ കൺഫേർഡ് ദ സ്കോച്ച് മിനിസ്റ്റർ ഓഫ് ദ ഇയർ അവാർഡ്? YS ജഗൻമോഹൻ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് YS ജഗൻമോഹൻ റെഡ്ഡി. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹോസ്റ്റ് തെഹ്രി ലേക്ക് ഫെസ്റ്റിവൽ ഓൺ ഫെബ്രുവരി 2021? ഉത്തരാഖണ്ഡ്. 2021 ഫെബ്രുവരിയിൽ തെഹ്രി ലേക്ക് ഫെസ്റ്റിവൽ നടത്തുന്നത് ഉത്തരാഖണ്ഡാണ്. ശ്രദ്ധിക്കുക, 2021 ഫെബ്രുവരിയിൽ തെഹ്രി ലേക്ക് ഫെസ്റ്റിവൽ നടത്തിയത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ഉത്തരാഖണ്ഡിൻ്റെ ഗവർണർ ബേബി റൗണി മൗര്യ. നമ്മൾക്ക് അടുത്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ദ നാഷണൽ വുമൻസ് ഡേ ഇൻ ഇന്ത്യ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 13 ഫെബ്രുവരി ടു കമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് വോം സരോജിനി നായിഡു. ശ്രദ്ധിക്കുക, സരോജിനി നായിഡുവിൻ്റെ ജന്മദിവസമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിവസമായി ആചരിക്കുന്നത്. അത് ഫെബ്രുവരി 13-നാണ്. ശ്രദ്ധിക്കുക, സരോജിനി നായിഡുവിൻ്റെ ജന്മദിവസമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിവസമായി ആചരിക്കുന്നത്. അത് ഫെബ്രുവരി 13-നാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യ ഫസ്റ്റ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം വിൽ ബി ഓപ്പൺഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കേരള. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലാണ്. ശ്രദ്ധിക്കുക, വരും പരീക്ഷയിൽ PSC പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അടുത്ത് നോക്കാം. വിച്ച് ഇന്ത്യൻ ഒറിജിൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ടു ഹെഡ് യുണൈറ്റഡ് നേഷൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്? പ്രീതി സിൻഹ.
യുണൈറ്റഡ് നാഷണൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഹെഡായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഒറിജിനാണ് പ്രീതി സിൻഹ. ശ്രദ്ധിക്കുക, യുണൈറ്റഡ് നാഷണൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഹെഡായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഒറിജിനാണ് പ്രീതി സിൻഹ. അടുത്ത് നോക്കാം. വി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് മാസ് സ്കീം അണ്ടർ വിച്ച് ഇറ്റ് വുഡ് പ്രൊവൈഡ് മീൽ അറ്റ് എ നോമിനൽ കോസ്റ്റ് ഓഫ് 5 to poor people. വെസ്റ്റ് ബംഗാൾ. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 5 രൂപയ്ക്ക് ഭക്ഷണം ലഭിക്കുന്ന മാസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. ശ്രദ്ധിക്കുക, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 5 രൂപയ്ക്ക് ഭക്ഷണം ലഭിക്കുന്ന മാസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി, ഗവർണർ ജഗ്ദീപ് ധാൻകർ. നോട്ട് ചെയ്യുക, വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി, ഗവർണർ ജഗ്ദീപ് ധാൻകർ. അടുത്ത നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ന്യൂ ബുക്ക് റിട്ടൺ ബൈ അമീത് അൻസാരി? ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ് റീകളക്ഷൻ ഓഫ് എ ലൈഫ്. ശ്രദ്ധിക്കുക, നമ്മുടെ മുമ്പത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഹമീദ് അൻസാരി എഴുതിയ പുതിയ ബുക്കാണ് ബൈ മെനി ഹാപ്പി ആക്സിഡൻറ്റ് റീകളക്ഷൻ ഓഫ് എ ലൈഫ്. ശ്രദ്ധിക്കുക, 2007 മുതൽ 2017 വരെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഹമീദ് അൻസാരി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ്സിന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.